കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് പുതിയതായി പിറന്നു വീണ ജനാധിപത്യ കേരള കോൺഗ്രസ് KCJയുടെ ആദ്യത്തെ ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് ജോർജാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എൻ്റെ അതിഥി. സർ, വെൽക്കം ടു മൈ ഷോ. തുടക്കത്തിൽ 1964 കേരള കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷം 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏതാണ്ട് 7-8 കേരള കോൺഗ്രസുകൾ ഇരു മുന്നണികളിലുമായുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി താങ്കളുടെ അധ്യക്ഷതയിൽ ഒരു പാർട്ടി രൂപപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷ ആശയങ്ങളോട് ചേർന്ന് നിൽക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ പാർട്ടിയുടെ നയവും പരിപാടിയും? ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന നാമത്തിൽ ഇന്ന് രൂപം കൊണ്ടിട്ടുള്ള ഈ പാർട്ടി 1964 ഒക്ടോബർ 9 കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആദ്യമായി കേരളത്തിൻ്റെ മണ്ണിൽ ഉദയം ചെയ്യുന്നത്. ആ പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം 1964 കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദർശ ലക്ഷ്യങ്ങളിൽ നിന്നും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നുമൊക്കെ ഇന്നത്തെ കേരള കോൺഗ്രസ് എമ്മോ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളോ വളരെ പിന്നോട്ട് പോയിരിക്കുകയാണ്. അന്ന് ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾക്കൊക്കെ ഇന്നും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. പിളരുകയും വളരുകയും പിന്നീട് വീണ്ടും പിളരുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് കേരള കോൺഗ്രസുകൾക്ക് കേരളത്തിലുള്ളത്. ഇതിനു മുൻപും പല വട്ടങ്ങളിൽ ഈ പറയുന്ന തരത്തിൽ അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ പാർട്ടി പിളർന്ന് നേതാക്കൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ 5 വർഷം കൂടുമ്പോഴാണ്, അതായത് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. അതിന് പലപ്പോഴും കാരണമായിരുന്നത് പാർട്ടിക്കകത്ത് ഒരു ജനാധിപത്യ സംസ്കാരം ഉണ്ടാകാതിരിക്കുകയും ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലർക്ക് മാത്രം പദവികൾ റിസർവ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കലാപമുയർത്തിക്കൊണ്ട് ആളുകൾ പുറത്തേക്ക് വരുന്നതാണ്. 2010 കേരള കോൺഗ്രസ് പാർട്ടികൾ ശ്രീ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസും ശ്രീ KM മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസും യോജിച്ചപ്പോൾ അന്ന് മാണി സാറും ജോസഫ് സാറും തമ്മിലുണ്ടാക്കിയ ധാരണ, ആ ധാരണകൾ ആ യോജിപ്പിന് ശേഷം ലയന സമ്മേളനത്തിന് ശേഷം ഒരിക്കൽ പോലും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വശത്ത് നിൽക്കുമ്പോൾ പൊതുവായി വന്നിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ, കേരള കോൺഗ്രസിൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിൽ ഇത്രയേറെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ബാർക്കോഴ ആരോപണമൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതി, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതി, ഒരു പാർട്ടി പരിപാടി നടത്താൻ കഴിയാത്ത സ്ഥിതി, അങ്ങനൊരു സ്ഥിതിയിലേക്ക് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് ആരാണ്? ഞങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോഴാണ് ഇതുപോലെ അഴിമതിരഹിത സൽഭരണം പറഞ്ഞ് നിലവിൽ വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം, ബജറ്റ് പോലും വിറ്റ് കാശാക്കുന്നു എന്നുള്ള നിലയിൽ അഴിമതി ആരോപണങ്ങൾ വന്നാൽ അത് വെറുതെ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കാനായിട്ട് കഴിയും. ഈ മുൻകൂട്ടി ധാരണകൾ ഉണ്ടാക്കുകയും വാക്ക് നൽകുകയും പിന്നീട് വാക്കുകൾ ലംഘിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവം KM മാണിയുടെ ഭാഗത്തു നിന്നാലും ഇത് ആദ്യമായിട്ടല്ലല്ലോ. അന്ന് അങ്ങനെയാണല്ലോ PJ ജോസഫിന് തന്നെ പാർട്ടി വിട്ട് ഒരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കി പുറത്തു പോകേണ്ടി വന്നത്. ഇന്നിപ്പോൾ താങ്കൾ പറയുന്ന തരത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷം 2010 വീണ്ടും കേരള കോൺഗ്രസുകൾ ഒന്നിച്ചപ്പോൾ ഉണ്ടാക്കിയ ധാരണ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പുറത്തു വരേണ്ടിയിരുന്ന നേതാവ് PJ ജോസഫാണ്. പക്ഷെ അദ്ദേഹം ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ തൃപ്തനാണെന്നും ഈ സർക്കാരിൻ്റെ പോക്കിൽ ഈ താങ്കൾ ഉന്നയിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് KM മാണിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നിലപാടിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അതിപ്പോൾ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ പാർട്ടി വേദികളിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നോ ഞങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ലെന്നോ ഒരിക്കലും ജോസഫ് സാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നും അത് ശരിയല്ല എന്നും അങ്ങനെ പറയാൻ പാടില്ല എന്നും അദ്ദേഹം ഞങ്ങളോട് പറയണമായിരുന്നല്ലോ. അദ്ദേഹം ഇവിടുത്തെ നിലപാട് അദ്ദേഹം പുനഃപരിശോധിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം അത് പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടം വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്കൾ ഈ പാർട്ടി വേദികളിൽ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശ്രീ PJ ജോസഫുമായി ആലോചിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടിയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹം നിങ്ങളുടെ കൂടെ ഇറങ്ങി വരേണ്ടതായിരുന്നു. അങ്ങനെ ഇറങ്ങി വരാതിരിക്കുമ്പോൾ ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അമിതമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഞങ്ങൾ അതിനോട് വളരെ സഹിഷ്ണുതയോടുകൂടി മാത്രമാണ് ആ കാര്യങ്ങളെ കാണുന്നത്. അദ്ദേഹം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം എന്ത് നിലപാടും എടുക്കട്ടെ. ഇവിടെ കാതലായിട്ടുള്ള പ്രശ്നം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാർട്ടി ചെയർമാനാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഭാരവാഹി എന്ന് പറയുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് തന്നെ പാർട്ടി ചെയർമാനിലാണ് ഈ കാര്യങ്ങളൊക്കെ നിശ്ചിതമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിലപാട് അത് ജനാധിപത്യപരമാണോ, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണോ,
എല്ലാവരോടും ഒരു സമഭാവനയോട് കൂടിയുള്ളതാണോ? നയങ്ങളുടെയും നിലപാടുകളുടെയും കാര്യത്തിൽ പാർട്ടി വച്ചു പുലർത്തുന്ന ആദർശങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണോ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ യശസ് എന്ന് പറയുന്നത് പാർട്ടി ചെയർമാൻ എടുക്കുന്ന നിലപാടുകളുടെയും സമീപനങ്ങളെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ സംഭവിച്ചതെന്താണ്? പാർട്ടി ചെയർമാൻ പാർലമെൻ്ററി പാർട്ടി ലീഡറും മന്ത്രിസഭയിൽ അംഗവുമാണ്. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ വന്നിട്ട് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ അത് തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകണ്ടേ? അദ്ദേഹം ഒരു നിയമ നടപടിയും സ്വീകരിക്കുന്നില്ലല്ലോ. വെറുതെ വാചകം പറയുന്നതല്ലാതെ കണ്ട് ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ ഇത്ര അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ചാനലിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞിട്ടും ഒരു നടപടിയും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. പൊതുസമൂഹം അതിനെ എങ്ങനെ കാണും? തീർച്ചയായിട്ടും ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കാണാൻ കഴിയും. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായി മാത്രമല്ലല്ലോ, കേരള കോൺഗ്രസ് പാർട്ടിക്ക്, പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഒക്കെ എത്രയോ വലിയ മാനക്കേടും അപമാനവുമാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, സീറ്റ് നിഷേധിക്കപ്പെട്ടതല്ല ഈ പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ചതെങ്കിൽ ഒരു MLA എങ്കിലും നിങ്ങളുടെ കൂടെ വരണമായിരുന്നു. മോൻസ് ജോസഫോ TU കുരുവിളയോ ഒന്നും താങ്കൾ ഈ പറയുന്ന പാർട്ടിക്കകത്തെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളിലുള്ള പ്രതിഷേധമോ അതല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും അവരാരും കണക്കിലെടുക്കുകയോ നിങ്ങൾ അംഗീകരിക്കുകയോ ചെയ്തില്ല എന്നല്ലേ അർത്ഥം? അല്ലല്ല, അതെ, അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളാരും വേറിട്ട ഒരു സമീപനം ഈ നാളിതുവരെ പുലർത്തിയിരുന്നില്ല. ഉദാഹരണത്തിന് ഈ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം വന്നപ്പോൾ മാണി സാറിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായി. ആ പരാമർശം വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്നുള്ള നിലയുണ്ടായി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആവശ്യപ്പെട്ടത് രാജിവെക്കണമെന്ന്. മറ്റൊന്നും കൊണ്ടുമല്ല, അതെന്തെങ്കിലും വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. കേരളത്തിലെ പൊതുസമൂഹം ഹൈക്കോടതി പോലെ ഉന്നതമായ ഒരു നീതിപീഠത്തിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം വന്നതിന് ശേഷം അധികാരത്തിൽ തുടർന്നാൽ ഒരിക്കലും അത് അംഗീകരിക്കില്ല. അത് വ്യക്തിപരമായി അദ്ദേഹത്തിനും കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ ദോഷം ചെയ്യും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അന്വേഷണം തുടർന്നു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. അത് ധാർമ്മികമായി ശരിയല്ല എന്ന ഉറച്ച നിലപാട് ഞങ്ങളെല്ലാവരും സ്വീകരിച്ചാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട TU കുരുവിളയും മോൻസ് ജോസഫും ഞങ്ങളും ഒക്കെ ആ നിലപാടുകാരായിരുന്നു. PJ ജോസഫ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവസാന ഘട്ടത്തിൽ അവർ കാലുമാറുകയായിരുന്നു. ഞാൻ കാലുമാറിയെന്നൊന്നും പറയുന്നില്ല. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ അവർ ആ നിലപാട് എന്തുകൊണ്ട് മാറ്റി എന്നുള്ളത് അവർ തന്നെയാണ് മറുപടി പറയേണ്ടത്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഘട്ടത്തിലും ഇതിനു മുൻപ് ഒട്ടേറെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഒരേ ശബ്ദത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. അവരങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചു. അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. പാർട്ടി വിട്ട് പുറത്തേക്ക് വരാൻ നേരത്ത് PJ ജോസഫ് ചില അനുനയ ശ്രമങ്ങൾ നടത്തി എന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. അത്തരമൊരു അനുനയ നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു അനുനയത്തിന് അദ്ദേഹം വന്നത്? ഇല്ല, അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും തരികയോ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രാൻസിസ് ജോർജിന് ഇടുക്കിയിൽ മത്സരിക്കാൻ അവസരം തരാം എന്ന് പറഞ്ഞില്ലേ? ആന്റണി രാജുവിന് തെക്കൻ ജില്ലകളിൽ ഒരു അവസരം തരാം എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ വിഷയം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഇതൊരു സീറ്റ് വിഷയമായി ചുരുക്കാനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. അത് വളരെ ബോധപൂർവ്വം അങ്ങേ ക്യാമ്പിൽ നിന്ന് ചെയ്യുന്നതാണ്. മാധ്യമങ്ങൾക്ക് അങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സീറ്റാണ് പ്രശ്നം, ഞങ്ങൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു, അവരത് കേട്ടില്ല തുടങ്ങിയിട്ടുള്ളൊരു പ്രചരണം അത് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതൊന്നുമല്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി സംയോജിതമായി കൃത്യമായി എടുക്കണമല്ലോ. പാർട്ടിയുടെ കമ്മിറ്റികൾ പോലും കൂടാറില്ല. പാർട്ടിയിൽ ഒരു കാര്യവും ആലോചിക്കാറില്ല. കൂട്ടായിട്ടുള്ളൊരു ആലോചനയില്ല. ഏകപക്ഷീയമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് സാധാരണയായി നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നിലപാട് ശരിയല്ല എന്നും ആ നിലപാടുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുമാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, എൻ്റെ ഒറ്റ ചോദ്യം, PJ ജോസഫ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ലേ? അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഇന്ന് അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ പോരല്ലോ, പറഞ്ഞാൽ ആ കാര്യങ്ങൾ നടക്കണ്ടേ. അങ്ങനെ പരിഗണിക്കുന്ന അദ്ദേഹത്തോടൊരു കാര്യമായിട്ട് ആലോചിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അദ്ദേഹത്തോടൊന്നും ആലോചിക്കാതെ തീരുമാനങ്ങൾ വന്നാൽ ഒന്നുകിൽ അദ്ദേഹം പ്രതിഷേധിച്ചൊരു നിലപാട് സ്വീകരിക്കണം. അങ്ങനെ അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ അതിനോട് യോജിക്കുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. അതെന്തുമാകട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇവിടെ
മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ പ്രസക്തമായിട്ട് വരികയുണ്ടായി. ഇവിടെ മാണി സാറിൻ്റെ നേതൃത്വത്തിൽ BJPയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിനുള്ള നീക്കങ്ങളുണ്ടായി. അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ അതിന് മുൻപോടിയായി മാണി സാർ എന്താ പറഞ്ഞത്? ഒരു ദേശീയ കക്ഷിയുടെ അധ്യക്ഷൻ കേരളത്തിൽ വന്നാൽ ഒരു സംസ്ഥാന കക്ഷിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ ചിലപ്പോൾ പോയി കണ്ടെന്നിരിക്കും, അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയെന്നിരിക്കും. പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പോയി ചർച്ച ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് മാണി സാർ ചോദിച്ചത്. സ്വാഭാവികമായും മാണി സാറിനെ പോലെ ഇത്ര പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു നേതാവ് ഇതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം, നമുക്കറിയാമല്ലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ BJPയുമായി ഏതെങ്കിലും ഒരു കക്ഷി, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് പോലൊരു കക്ഷി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധത്തിന് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത്ര പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അദ്ദേഹത്തിന്. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം പലവട്ടം അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ഈ പറയുന്ന BJPയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവുമായി പോലും ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിനുള്ള ബന്ധത്തിനുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനൊരു ഒരു 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 രാഷ്ട്രീയ നീക്കം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വേദികളിലും ആലോചിക്കാതെ ചർച്ച ചെയ്യാതെ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാര്യങ്ങൾ കുറേ കൂടി തുറന്നു പറയാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാർ കോഴ ആരോപണം KM മാണിക്കെതിരെ ഉയർന്നു വന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിൽ വസ്തുതയുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് അതിന് പിന്നിൽ നടന്നത്? അല്ല, അത് ഇപ്പം എനിക്കിപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള തെളിവൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കും ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച പലരുമായി വ്യക്തിപരമായിട്ടൊക്കെ ബന്ധങ്ങളുള്ളവരാണല്ലോ. അവരിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കാര്യത്തിൽ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ, എപ്പോൾ, എത്ര എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനൊരു ആരോപണം വന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ട് ഇങ്ങനൊരു ആരോപണം വന്നു? ആ ആരോപണം വന്നിട്ട് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ അത് തെറ്റാണ് എങ്കിൽ ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണ്ടേ? ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. പാർട്ടിക്കകത്ത് ഒരു ഇൻറ്റേർണൽ എൻക്വയറി നിങ്ങൾ നടത്തിയിരുന്നല്ലോ, അതിൻ്റെ റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? അല്ല, ഞാനത് ഇപ്പോൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാണി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ആരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്ന് തനിക്കറിയാം. പക്ഷേ ഞാൻ ആ റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല. അത് പുറത്ത് പറയാറായിട്ടുള്ള സമയമാകുമ്പോൾ ഞാൻ പറയുമെന്നാണ് മാണി സാർ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹം ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ റിപ്പോർട്ട് എൻ്റെ കൈവശമില്ല. ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അങ്ങനെ ആ റിപ്പോർട്ടായിട്ട് ഞങ്ങളെ ആരെയും കാണിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്നും ആ റിപ്പോർട്ട് താൻ പുറത്തു വിടുന്നില്ല എന്നും അത് തൻ്റെ കൈവശമുണ്ട് എന്നും തുറന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് മാണി സാർ തന്നെയാണ്. മാണി സാർ തന്നെയാണ് പറയേണ്ടത്. ഇത് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിനെതിരെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ, അദ്ദേഹത്തെ പൊളിറ്റിക്കലായിട്ട് ഡാമേജ് ചെയ്യാനുള്ള വളരെ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ്. അത്ര ഗുരുതരമായിട്ടുള്ളൊരു തെറ്റ് അതെന്താണെങ്കിലും പ്രതിപക്ഷമല്ലല്ലോ ചെയ്തത്, ഭരണപക്ഷത്തുള്ളവർ തന്നെയാണ് ചെയ്തത് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം തുറന്നു പറയണം. അങ്ങനെ തന്നെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും പരിശ്രമങ്ങൾ നടത്തിയ, ഗൂഢാലോചന നടത്തിയവരോടൊപ്പമാണ് അദ്ദേഹം തുടർന്നു പോകുന്നത് എങ്കിൽ അത് ശരിയല്ലല്ലോ. അദ്ദേഹമല്ലേ തുറന്നു പറഞ്ഞ് അതിനെതിരെ ഉറച്ചൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ താങ്കളുടെ കൂടെയുള്ള ആന്റണി രാജുവിനെ പോലുള്ളവരാണ് ചാനൽ ചർച്ചകളിലും മറ്റും KM മാണിക്ക് വേണ്ടി വാദിക്കാനുണ്ടായിരുന്നത്, അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു. അന്നെല്ലാം ഈ വിഷയത്തിൽ താങ്കൾ ഏറെക്കുറെ മൗനം പാലിച്ചു. പക്ഷേ ആന്റണി രാജുവിനെ പോലുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ പറയുന്നത് ഇത് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിലെല്ലാം ചില വസ്തുതയുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു എന്നല്ല, നമ്മൾ ഗൗരവമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി താങ്കളുടെ പുതിയ പാർട്ടി ഇടതു മുന്നണിയിലേക്ക് എത്തുമ്പോൾ എത്ര സീറ്റുകൾ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിലൊരു കണക്കുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ഇടതു മുന്നണിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നു. അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ പൂർത്തിയാകണം. അതിനുശേഷമായിരിക്കും സ്വാഭാവികമായും ഞങ്ങളൊരു പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഗൗരവമുള്ള ചർച്ചയിലേക്ക് കടക്കുക.
അപ്പോൾ ചില പ്രാഥമികമായിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കും ഇത്തവണ? ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ചങ്ങനാശ്ശേരിയിൽ KC ജോസഫ് മത്സരിക്കും? ഇതൊന്നും പറയാൻ കഴിയില്ല. കാരണം മൂവാറ്റുപുഴയിൽ PC ജോസഫ് ഉണ്ടാകും. അങ്ങനെ തിരുവനന്തപുരത്ത് ആന്റണി രാജുവിന് സീറ്റ് കിട്ടുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏതൊക്കെ സീറ്റുകളിൽ ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ ആ സഖ്യത്തിലേക്ക് പൂർണ്ണമായി വന്നോ, സീറ്റുകൾ ഏതൊക്കെയായിരിക്കും, എവിടെ മത്സരിക്കും, ആര് മത്സരിക്കും, ഇതൊന്നും പൂർത്തിയാകാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഇനി ഗൗരവമായ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. തൊടുപുഴയിൽ PJ ജോസഫിനെതിരെ മത്സരിക്കാൻ ശ്രീ ഫ്രാൻസിസ് ജോർജിനോട് ആവശ്യപ്പെട്ടാൽ താങ്കൾ അതിന് തയ്യാറാകുമോ? ഇല്ല, അങ്ങനൊരു ചോദ്യം സാങ്കല്പികമാണ്. അങ്ങനൊരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും. താങ്കൾ തയ്യാറാകണമല്ലോ. അതിന് താങ്കൾക്ക് ഒരു മുന്നൊരുക്കം വേണമല്ലോ. PJ ജോസഫിനെതിരെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ താങ്കൾ വെല്ലുവിളി ഏറ്റെടുക്കും? PJ ജോസഫിനെതിരെയോ മാണിസാറിനെതിരെയോ മത്സരിക്കണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനല്ലല്ലോ, പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത് എവിടെയാണ് മത്സരിക്കേണ്ടത് എന്ന്. കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടിയുടെ അത് തീരുമാനിക്കാനുള്ള സമിതിയാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ മുൻകൂട്ടി ഞാൻ ഇന്നടുത്ത് മത്സരിക്കും, ഇന്നയാൾക്കെതിരെ, അങ്ങനെ വ്യക്തിപരമല്ലല്ലോ മത്സരം. നമ്മളൊരു സീറ്റിലാണ് മത്സരിക്കുക. താങ്കളെ പോലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള ജനമനസ്സുകളുടെ പൾസുമെല്ലാം അറിയാൻ കഴിയുന്ന താങ്കളെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തീർച്ചയായും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണം, താങ്കൾ ഇടുക്കി എനിക്കൊരു കംഫർട്ടബിൾ പ്ലേസ് ആണ് എന്നൊരു തോന്നൽ ശ്രീ ഫ്രാൻസിസ് ജോർജിനില്ലേ? അല്ല, അത് എനിക്ക് കംഫർട്ടബിളായിട്ട് പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇടുക്കിയിൽ എനിക്ക് മത്സരിക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ മത്സരിക്കുമെന്നല്ല, ഇനി അങ്ങനെ അതിനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കില്ല. കോതമംഗലത്ത് എനിക്ക് മത്സരിക്കാം. താങ്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് പോസ്റ്ററുകൾ വന്നിട്ടുണ്ടാകാം, വന്നിട്ടുണ്ടാകാം, എനിക്കറിയില്ല. ഈ കോതമംഗലത്ത് വേണമെങ്കിൽ എനിക്ക് മത്സരിക്കാം, മൂവാറ്റുപുഴ വേണമെങ്കിൽ എനിക്ക് മത്സരിക്കാം. മൂവാറ്റുപുഴ എൻ്റെ ജന്മനാടാണ്, കോതമംഗലം എൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ്. എൻ്റെ പിതാവ് 3 വട്ടം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. ഇടുക്കിയിൽ ഞാൻ ദീർഘകാലം പാർലമെൻറ്റ് അംഗമായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പല സീറ്റുകളുണ്ട്. നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ മത്സരിക്കാനായിട്ട് കഴിയും. പക്ഷേ എവിടെ മത്സരിക്കണം എന്നുള്ളത് അത് അന്തിമമായി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇടുക്കി സീറ്റിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് കംഫർട്ടബിൾ ആയതുപോലെ തന്നെ ശ്രീ PC ജോസഫും കംഫർട്ടബിളാണ്. അദ്ദേഹത്തിന് ഇടുക്കി ഒരു വിജയ സാധ്യതയുള്ള സീറ്റായതുകൊണ്ട് നിങ്ങൾക്കിടയിൽ അക്കാര്യത്തിൽ ഒരു തർക്കമുണ്ട് എന്നെല്ലാം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എവിടെ റിപ്പോർട്ട്? ഞാൻ ഇന്നുവരെ അങ്ങനെ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനൊരു ഇത് ഇടുക്കി സീറ്റ് ഞങ്ങൾക്കാണ് എന്നൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ലല്ലോ. അങ്ങനൊരു ചർച്ച നടന്നിട്ടില്ലല്ലോ. ഇതെല്ലാം ഊഹാപോഹങ്ങളാണ്. എത്ര സീറ്റ് ചോദിക്കണം എന്നത് സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ടോ? 4 സീറ്റാണോ നിങ്ങൾ ചോദിക്കുക? ഇല്ല, ഞങ്ങളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യത്തക്ക രീതിയിലുള്ള ഗൗരവത്തിലേക്ക് പുരോഗമിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടിക്ക് ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. ഒരു പേരും ഒരു ചെയർമാനും മാത്രമേ ആയിട്ടുള്ളൂ. ഇനി പാർട്ടിയുടെ സംസ്ഥാനതല സമിതികൾ ഉണ്ടാകണം, ജില്ലാതല സമിതി, നിയോജകമണ്ഡലം, മണ്ഡലം, വാർഡ്, അത്രയും ഘടന ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉണ്ടാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഇനി ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാ ജില്ലകളിലേക്കും പോവുകയാണ്. അത് വളരെ അടിയന്തരമായിട്ട് ഞങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഇടതു മുന്നണിക്ക് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ താങ്കളെ പറഞ്ഞ ഒരു വലിയൊരു കാലാവധിയില്ല. അതിന് മുൻപ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കണം, അവർക്ക് കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കണം. എൻ്റെ ചോദ്യം, 4 സീറ്റ് നിങ്ങൾ ആവശ്യപ്പെടുമോ? ശ്രീ ഫ്രാൻസിസ് ജോർജിന് എന്തായാലും മത്സരിക്കണം, 4 സീറ്റ് PC ജോസഫിന് എന്തായാലും മത്സരിക്കണം, ശ്രീ KC ജോസഫിന് എന്തായാലും മത്സരിക്കണം, ശ്രീ ആന്റണി രാജുവിന് മത്സരിക്കണം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ 4 സീറ്റ് ഉണ്ടായാലും മത്സരരംഗത്ത് കൂടുതൽ ആളുകൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ ഒരു മുന്നണി സംവിധാനത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ പല പരിമിതികളുമുണ്ട്. നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ കക്ഷിയുടെ കൈകളിൽ ഇരിക്കുന്ന സീറ്റുകളാണെങ്കിൽ സ്വാഭാവികമായി അതിനൊക്കെ ചില ബുദ്ധിമുട്ടുകളും ചില ചർച്ചകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ മുൻകൂട്ടി അങ്ങനെയുള്ള ചർച്ചകളൊന്നും നടക്കാത്തൊരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ന സീറ്റുകളിൽ മത്സരിക്കും, അല്ലെങ്കിൽ ഇന്ന ഇത്ര സീറ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടുമെന്നൊക്കെ പറയുന്നത് വെറുതെ അനാവശ്യ വിവാദങ്ങൾക്ക് വഴിതെളിക്കാമെന്ന് മാത്രമേ. കാഞ്ഞിരപ്പള്ളി മെത്രാനുമായി CPM ചില ധാരണകളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിൽ 4 സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥികൾ, സഭയുടെ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ടാകും, അതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിലൊന്ന് പറയുന്നത് ഇടുക്കിയാണ്. അവിടെ നോബിൻ ജോസഫ് എന്ന ഹൈറേഞ്ച് സാംസ്കാരിക സമിതിയുടെ പ്രവർത്തകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. പാലായിൽ ഡിജോ കാപ്പൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. പൂഞ്ഞാറിൽ ജോർജി മാത്യുയുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. ഇങ്ങനെ ഒരു ധാരണ CPMുമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരം ശ്രീ ഫ്രാൻസിസ് ജോർജിന് അറിയാമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലുണ്ടായ ആ മോഡലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കാൻ CPM തയ്യാറാകുന്നു എന്നാണ്. ഇടുക്കിയിലുണ്ടായത് എന്താണ്? ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയാണ്. അത് സഭയുടെ മാത്രം ഒരു സംഘടനയാണെന്നാണോ ധരിച്ചു വച്ചിരിക്കുന്നത്? എല്ലാ വിഭാഗത്തിൽ ക്രൈസ്തവ, ഈഴവ, മുസ്ലിം, നായർ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടിരുന്നു. അത് സഭയുടെ ഒരു ഏർപ്പാട് മാത്രമല്ല. അപ്പോൾ അതിൽ അവസാനം അവരെടുത്തൊരു തീരുമാനമാണ് അവരുടെ ഒരു പ്രതിനിധിയെ അവിടെ മത്സരിപ്പിക്കണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയും.
അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ കയറി മത്സരിക്കുമെന്നൊന്നും അതിനർത്ഥമാക്കേണ്ടതില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൊതുരംഗത്ത് വരുന്നു? അത് അധികാരത്തിലിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ടല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാർട്ടിക്കകത്ത് ഒന്നായി നിൽക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായി വരെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു താങ്കളും PC ജോർജും തമ്മിൽ. PC ജോർജ് ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്നു, മുന്നണി പ്രവേശനം കാത്ത് പുറത്തു നിൽക്കുന്നു. അദ്ദേഹം ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പൂഞ്ഞാറിൽ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഉണ്ടാകുമെന്ന്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അല്ല, അതിന് അദ്ദേഹത്തിന് ആകാമല്ലോ. അപ്പം എനിക്കെന്താണ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് പ്രശ്നമുള്ളത്? ഞങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ശ്രീ ജോർജും ഞങ്ങളുടെ പഴയ ജോസഫ് വിഭാഗത്തിൽപ്പെട്ടവരോ തമ്മിലൊന്നും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ പൊതു നിലപാടുകളിലും അദ്ദേഹം പല കാര്യങ്ങളിലും സ്വീകരിച്ച സമീപനങ്ങളോടുമൊക്കെയുള്ള എതിർപ്പാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ശരിയല്ല എന്ന് ഞങ്ങൾ കുറച്ച് ബോധ്യം വന്നുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. അന്ന് അതിനോടൊന്നും മാണി സാറ് ഒരു ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചില്ല. കേരള കോൺഗ്രസ് ഓരോ തവണ പിളരുമ്പോഴും ആ പിളർപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിൻ്റെ പേര് ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പുതിയ പാർട്ടികൾ ഉണ്ടാകാറുള്ളത്. അതില്ലാതിരുന്നത് PC ജോർജ് പോയപ്പോൾ കേരള കോൺഗ്രസ് സെക്യുലറാണ്. പക്ഷേ അത് അദ്ദേഹം TS ജോണിനെ ചെയർമാനാക്കി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് തന്നെ പുറത്തു പോവുകയും പാർട്ടി കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ദുരവസ്ഥ ശ്രീ ഫ്രാൻസിസ് ജോർജിന് ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഇതൊരിക്കലും വ്യക്തി കേന്ദ്രീകൃതമാകരുത്. അതിൻ്റെ ആവശ്യമില്ല. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഒരു വ്യക്തിയുടെയും പേരിലായിരുന്നില്ലല്ലോ. കേരള കോൺഗ്രസ് എന്ന ഒരു പൊതുനാമമാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ വ്യക്തി കേന്ദ്രീകൃതമാകാതെ ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജനാധിപത്യ പാർട്ടിയായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, കേരളത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ വ്യക്തിപരമായ ഒരു ചോദ്യത്തോടു കൂടി ഈ അഭിമുഖം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ പിതാവ് ഹൃദയാഘാതം മൂലം മരിച്ചപ്പോൾ R ബാലകൃഷ്ണപിള്ള അന്ന് പരസ്യമായി തന്നെ പറഞ്ഞു, പാർട്ടിയിലുണ്ടായിരുന്നവർ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു, ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഹൃദയവേദനയാണ് ആ മരണത്തിനിടയാക്കിയതെന്നാണ്. വർഷങ്ങൾക്ക് ഇപ്പുറം ശ്രീ ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് അടർന്നു വീണ് രൂപപ്പെടുമ്പോൾ അത് രാഷ്ട്രീയമായി ഒരു മധുര പ്രതികാരത്തിനുള്ള ഒരു അവസരമായി കാണുമോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. ഒരിക്കലും ഒരു പ്രതികാരമോ വൈരാഗ്യമോ വിദ്വേഷമോ അത് പാടില്ല എന്നാണ് എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ആരോടും ഒരിക്കലും ഒരു വിദ്വേഷമോ വൈരാഗ്യമോ പാടില്ല. തികച്ചും അവിചാരിതമായി അപ്രതീക്ഷിതമായി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ചില നീക്കങ്ങൾ ഉണ്ടായപ്പോൾ പിന്നിൽ നിന്ന് കുത്തി, ഞാൻ അങ്ങനെ പറയുന്നില്ല. താങ്കൾ പക്ഷേ ഞാനൊരു കാര്യം ചരിത്രം നോക്കിയാൽ അറിയാം ഞാൻ അങ്ങനെ പറയാനുണ്ടായ കാര്യം, ഞാൻ ഒരിക്കലും അത് പറയില്ലായിരുന്നു. മാണി സാറ് ഞങ്ങൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്താണ് പിന്നിൽ നിന്ന് കുത്തിരിക്കുന്നത്? മാണി സാറ് രാജിവെക്കണം, ഹൈക്കോടതി പരാമർശം വന്നപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്ന് ആദ്യമായി കമ്മിറ്റിയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ഞാനാണ്. എന്തിന് ഭയപ്പെടണം പറയുന്നതിന്? നമ്മൾ സത്യസന്ധമായി, ഞാനത് വളരെ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞതാണ്. കാരണം എനിക്ക് അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മോശക്കാരനാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും മറ്റുള്ളവരും പറയേണ്ടിയിരുന്നത് രാജിവെക്കരുതെന്നാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാമല്ലോ. ഇവിടെ ഞങ്ങളാരും എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ നീതി ചെയ്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞാനത് തുറന്നു പറയാൻ മടിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിലൊരു വഴക്കോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും വെച്ച് പുലർത്താൻ ഞാൻ തയ്യാറല്ല. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ അദ്ദേഹം ഒരു പതിറ്റാണ്ട് കാലം വളരെ നിസ്വാർത്ഥമായി, വളരെ മാന്യമായി അദ്ദേഹം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ആ കാലഘട്ടത്തിൽ എനിക്കിന്നും അറിയാം, രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഈ അരനൂറ്റാണ്ടിൻ്റെ കാലത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിലയുണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. അങ്ങനെയുള്ള നിലയിൽ കേരള കോൺഗ്രസിനെ എൻ്റെ പിതാവ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് കേരള കോൺഗ്രസ് പുനർജനിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ഈ പുതിയ പ്രസ്ഥാനം ജനാധിപത്യ കേരള കോൺഗ്രസിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. താങ്കളുടെ ആഗ്രഹം സഫലമാകട്ടെ. താങ്ക് യു വെരി മച്ച്, ഫ്രാൻസിസ്.